friends, I am Dr. Sitara. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് അവരുടെ കറക്റ്റ് ബ്രാ സൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രായുടെ സൈസ് കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടാവാനും സ്വെല്ലിംഗ് ഉണ്ടാവാനും നിങ്ങളുടെ മാറിടം തൂങ്ങാനും അതായത് സാഗിങ് ബ്രസ്റ്റ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ബ്രാ സൈസിന് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞുതരാം. അതിനായിട്ട് ആദ്യം നിങ്ങളൊരു ടാപ്പ് എടുക്കണം. എന്നിട്ട് നേരെ കണ്ണാടിൻ്റെ മുന്നിൽ പോയി നിൽക്കുക. അപ്പോൾ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു ബ്രാ ഇട്ടിട്ട് വേണം പോയി നിൽക്കാൻ. ആ ഇട്ടിരിക്കുന്ന ബ്രാൻ്റെ സൈസ് കറക്റ്റാണോ അല്ലേ എന്ന കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. പക്ഷെ ഒരു ബ്രാ ഇട്ടിരിക്കണം. ആ ബ്രാ നോർമലായിട്ടുള്ള ബ്രാ ആയിരിക്കണം. അതായത് സ്പോഞ്ച് ഒന്നും വെച്ചിട്ടുള്ള കപ്പിലൊക്കെ സ്പോഞ്ച് വെച്ചിട്ടുള്ള ബ്രാ ഉണ്ടല്ലോ, അതൊന്നും ആവരുത്. നോർമലായിട്ടുള്ള ബ്രാ ആയിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കോട്ടൻ്റെ ബ്രാ ആയിരിക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നേരെ പോയി ഒരു കണ്ണാടിൻ്റെ മുന്നിൽ നിന്നു, എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു. ഒരു നോർമൽ കോട്ടൺ ബ്രാ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ടാപ്പ് എടുക്കാം. എന്നിട്ട് ഈ ടാപ്പിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ ബാൻഡ് സൈസാണ്. ബാൻഡ് സൈസ് എന്ന് പറഞ്ഞാൽ ആ കപ്പിന് താഴെ വരുന്നില്ലേ പോർഷൻ ബ്രായിൽ, അതാണ് ബാൻഡ് സൈസ്. നിങ്ങൾ ആൾറെഡി ഇപ്പോൾ ഒരു ബ്രാ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്ക് അളക്കാം. അപ്പോൾ നിങ്ങളുടെ നടുവിലായിട്ട് ഇതിങ്ങനെ വെക്കുക. ഈ ടാപ്പ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുപോകുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ അളക്കുക. ആ ബാൻഡിൻ്റെ ഭാഗത്ത് വേണം നിങ്ങളിത് വെക്കാണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഞാൻ ശരിക്കായില്ല വെച്ചിട്ടുണ്ടാകുക, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ കണ്ണാടി നിന്ന് ശരിക്കും ചെയ്യുക. എന്നിട്ട് ഇവിടെ വെക്കുക, നടുവിലായിട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. കാണുന്നില്ല, ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇത് ഭയങ്കര ടൈറ്റായിട്ടും പിടിക്കാൻ പാടില്ല, ലൂസായിട്ടും പിടിക്കാൻ പാടില്ല, ബാക്കിലൊന്നും വളർന്നിട്ടും ഉണ്ടാവാൻ പാടില്ല, നോർമലായിട്ട് പിടിക്കുക. എന്നിട്ട് അപ്പോൾ നമുക്കൊരു നമ്പർ ഒരു സെൻറ്റിമീറ്റർ കിട്ടും, ഒരു നമ്പർ കിട്ടും. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്പർ 30 എന്നാണെങ്കിൽ, ഇപ്പോൾ 30 എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ് അല്ലേ. അപ്പോൾ 30 അല്ല നിങ്ങളുടെ ബാൻഡ് സൈസ്. ഇരട്ട സംഖ്യ കിട്ടി നിങ്ങൾ അതിലോട്ട് 4 ആഡ് ചെയ്യണം. 30 കിട്ടിയ 4 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് 34. അപ്പോൾ ആ 34 ആണ് നിങ്ങളുടെ ബാൻഡ് സൈസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഒറ്റ സംഖ്യ, അതായത് 31 ആണ് കിട്ടണമെങ്കിൽ നിങ്ങൾ അതിലേക്ക് 5 ആഡ് ചെയ്യണം. അപ്പോൾ 31 ആണ് കിട്ടിയെങ്കിൽ 5 ആഡ് ചെയ്താൽ 36. അതാണ് നിങ്ങളുടെ ബാൻഡ് സൈസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ കപ്പ് കണ്ടുപിടിക്കണം. അപ്പം അതിനായിട്ട് നിങ്ങളത് നിങ്ങളുടെ ബ്രസ്റ്റിന് നടുവിലൂടെ, അതായത് നിപ്പിളിൻ്റെ സൈഡിൽ കൂടെ നേരത്തെ എടുത്ത പോലെ തന്നെ ഇങ്ങനെ എടുക്കുക. ഈ നടുക്ക് വരുന്നപ്പോൾ എടുക്കുക കേട്ടോ. നിപ്പിളിൻ്റെ ഭാഗത്ത് കൂടെ നിങ്ങളുടെ ബ്രസ്റ്റ് ഭയങ്കരമായിട്ട് തൂങ്ങി, അതായത് സാഗിങ് ബ്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നേരെ നിന്ന് അളക്കരുത്. പകരം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഞ്ഞു നിന്നിട്ട് വേണം ഇത് അളക്കാൻ. അല്ല നിങ്ങളുടെ ബ്രസ്റ്റ് തൂങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചേ തൂങ്ങിയിട്ടില്ലെങ്കിൽ നേരെ സ്ട്രെയിറ്റ് നിന്ന് തന്നെ ബ്രസ്റ്റിന് നടുവിൽ കൂടെ, അതായത് നിപ്പിളിൻ്റെ പോർഷനിൽ കൂടെ നേരത്തെ അളന്ന പോലെ തന്നെ അളക്കുക. തൂങ്ങിയതാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുഞ്ഞു നിന്നിട്ട് അളക്കുക. എന്നിട്ട് അപ്പം നമുക്ക് കിട്ടുന്ന നമ്പർ, ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ബാൻഡ് സൈസ് ഞാൻ പറഞ്ഞു, നേരത്തെ നിങ്ങൾക്ക് ഇപ്പോൾ 31 കിട്ടി. അപ്പോൾ +5 ചെയ്ത് 36, അതാണ് നിങ്ങളുടെ ബാൻഡ് സൈസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ബാൻഡ് സൈസ് 36 എന്നും ഇങ്ങനെ ആണെന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നമ്പർ 35 എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ ബാൻഡ് സൈസിലെ 36 എന്ന ബാൻഡ് സൈസും ഇപ്പോൾ ഇവിടെ ബ്രസ്റ്റിന് നടുവിൽ കൂടെ അളന്ന് കിട്ടിയ 35 കൂടെ കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. അപ്പോൾ നിങ്ങളുടെ കപ്പ് എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ നിങ്ങളുടെ ബ്രാ സൈസ് എന്ന് പറയുന്നത് 36A ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് ബാൻഡ് സൈസും പിന്നെ ഇതാ ഈ കപ്പിൻ്റെ അവിടെ കൂടെ അളന്നിട്ടുള്ള അതും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഇത് കപ്പ് സൈസ് പറയുന്നത് AA ആണ്. ഇനി 2 ആണ് കിട്ടുന്നതെങ്കിൽ B ആണ്, 3 ആണെങ്കിൽ C ആണ്, 4 ആണെങ്കിൽ D ആണ്, 5 ആണെങ്കിൽ D ആണ്, 6 ആണെങ്കിൽ F ആണ്, 7 ആണെങ്കിൽ G ആണ്. അപ്പോൾ എങ്ങനെയാണ് ബ്രാ സൈസ് കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം. ഒരു ടാപ്പ് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഈ ബാൻഡിൻ്റെ പോർഷൻ കൂടെ അളക്കുക. അപ്പം കിട്ടുന്ന ആ അളവ് ഇരട്ട സംഖ്യ ആണെങ്കിൽ +4 ചെയ്യുക, ഒറ്റ സംഖ്യ ആണെങ്കിൽ +5 ചെയ്യുക. ആ കിട്ടുന്നതാണ് നിങ്ങളുടെ ബാൻഡ് സൈസ്. നിങ്ങളുടെ ബ്രസ്റ്റിന് നടുക്കുക, നിപ്പിളിൻ്റെ പോർഷൻ കൂടെ അളന്ന് കിട്ടുന്ന അത് ഒന്നിനും ആഡ് ചെയ്യേണ്ട, അത് അങ്ങനെ തന്നെ വെക്കുക. അതുമായിട്ട് ഈ ആഡ് ചെയ്ത് കിട്ടിയ ബാൻഡ് സൈസും മൈനസ് ഇത് കിട്ടുന്നത് ആ നമ്പർ വെച്ചിട്ടാണ് നിങ്ങളുടെ കപ്പ് A ആണോ AA ആണോ B ആണോ C ആണോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ.